ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മുടെ പട്ടാമ്പിയിൽ മൈജി ഷോറൂം ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഹണി റോസാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. ഹണി റോസിൻ്റെ ബർത്ത്ഡേ ദിവസം തന്നെ നമ്മുടെ പട്ടാമ്പിയിൽ ഹണി റോസ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനും പോയിട്ടുണ്ടായിരുന്നു, ഞാനും ഒക്കെയും പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും ഞങ്ങൾ ഫോൺ നോക്കാൻ വേണ്ടിയിട്ട്, ഇക്കാക്ക് ഫോൺ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇന്നത്തെ ദിവസം ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അത്രയും തിരക്കായിരുന്നു. എവിടെ നിന്നൊക്കെയോ ആളുകൾ വന്ന് എൻ്റെ അല്ലോ നിന്ന് ഇക്കി ഞാനും കൂടിയാണ് പോയത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ചിലപ്പോൾ അടുത്ത് നിൽക്കുന്നുണ്ടാവും ആൾ, പക്ഷെ ആളെ കാണൂല, അത്രയും തിരക്ക്. പിന്നെ ഓഫറിന് പുറമെ നമ്മൾ 5000-ന് മുകളിലായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ക്യാഷ് ഓഫറും കൂടെ ഉണ്ട് കേട്ടോ. ക്യാഷ് ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് ഇത്ര രൂപക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മളെ പർച്ചേസിനനുസരിച്ചിട്ട് ആ ഓഫറുകളും കൂടി കൂടി വരും. അങ്ങനെ ഒരു ഓഫറും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫോൺ എടുത്തതിൽ ഞങ്ങൾക്കും അതുപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടാണ്. അവസാനം അവിടെയുള്ള തിരക്ക് കാരണം ഞങ്ങൾക്ക് തിരിച്ചു പോന്നാലോ എന്ന് വരെ തോന്നിയിട്ടോ. അത്രയും തിരക്ക് ഞങ്ങൾക്ക് പറ്റണില്ല. പിന്നെ കുട്ടിയുണ്ട്, ചെറുത് അസിനുവിനെയും കൊണ്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് കുട്ടിയും കരയുക, ഫീഡ് ചെയ്യാനും പറ്റണില്ല. അവസാനം പിന്നെ അവിടെയുള്ള സ്റ്റാഫുകൾ തന്നെ ഇക്കാനെ അറിയുന്ന ഇക്കാടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തന്നെ അവിടെ ഫീഡിങ്ങിനൊക്കെ റൂമൊക്കെ സെറ്റാക്കി തന്നു. ഞങ്ങൾ എന്നിട്ട് സാധനം എടുത്ത് നമ്മുടെ ഫോൺ നോക്കാൻ വലിയ ഇതൊന്നുമില്ല, ഫോണൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷെ നമ്മുടെ ഈ ഓഫർ ഉണ്ടല്ലോ, ഇത്ര രൂപക്ക് നമുക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരിത്, അതിന് ഒടുക്കത്തെ തിരക്ക്. അവിടെ ബില്ലിങ്ങിൻ്റെ അവിടെ അത്രയും തിരക്ക്. അതിലാണെങ്കിൽ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ ഇന്നത്തെ ദിവസം മാത്രമേ രാത്രി 11 മണി വരെ മാത്രമേ ഈ ഓഫറുള്ളൂ. പിറ്റേ ദിവസം 11 മണിക്ക് ശേഷം ഈ ഓഫറില്ല. അപ്പോൾ ഞങ്ങൾക്ക് നാളെ വരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനും പറ്റില്ല. പിന്നെ അവിടെ മാനേജറാണെങ്കിലും സ്റ്റാഫ്സിലൊക്കെ അത് ഇക്കാടെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊരു ഓഫർ കിട്ടി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സാധനം ബില്ലടിക്കണ്ട, അവരെന്തൊക്കെ രീതിയിൽ ഞങ്ങൾക്കത് സെറ്റാക്കിയിട്ട് നിങ്ങളുടെ സാധനം എടുത്ത് പോയിക്കോന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നിട്ടും അത്രയും നേരം നിന്നിട്ടാ. പിന്നെ ഞങ്ങൾ പറ്റണില്ല എന്ന് തോന്നിയിട്ട് ഞങ്ങൾ സാധനം വരെ എടുത്ത് നിന്നു. പക്ഷേ ബില്ലിങ്ങിൻ്റെ അവിടെ അത്രയും തിരക്കായതുകൊണ്ട് ഞങ്ങളെന്നാൽ ഒഴിവാക്കി പോന്നാലോന്ന് വരെ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചോദിച്ചു, ഞങ്ങൾ നാളെ വന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ അതിന് പറ്റില്ല, എന്ന് എങ്ങനെയും സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ നിങ്ങൾ സാധനം എടുത്ത് പോയിക്കോ, ഞങ്ങളിവിടെ സെറ്റാക്കിക്കൊണ്ട് അത് അവർ ഏതൊക്കെ രീതിയിൽ അവർ ബില്ലടിച്ച് എന്തൊക്കെ ചെയ്ത് ഞങ്ങൾക്കത് സെറ്റാക്കി തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സാധനം എടുത്ത് പോന്നു. അപ്പോൾ അവരത്രയും സഹകരിച്ചു എന്നാണ് പറയുന്നത്. അറിയുന്നവരായതുകൊണ്ടും പിന്നെ അവിടെ ഉള്ളവരൊക്കെ നല്ല സ്റ്റാഫും കാര്യങ്ങളൊക്കെയാണ്, നല്ല സഹകരണം, ഇതിനും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ, ഞങ്ങൾ ഓഫറിന് വാങ്ങിച്ചത് ഇങ്ങനെ 2 പാനുകൾ, 3 പാനുകൾ. ഉമ്മ കുറേ ആയിരുന്നു പറയണു ഇങ്ങനെ പാന് വാങ്ങണം, ഇങ്ങനെ അടി പിടിക്കാത്ത, അടി പിടിക്കാത്ത ചട്ടികൾ വാങ്ങണമെന്ന് കുറേ ആയി പറയണം. അപ്പോൾ അങ്ങനെ അത് ഓഫർ കണ്ടപ്പോൾ അത് എടുത്തതാണ്. പിന്നെ ഇക്ക വീട്ടിലേക്ക് പിന്നെ ഒരു ഫ്ലാസ്ക് പോലുള്ളൊരു സംഭവമുണ്ട്. ഫ്ലാസ്ക് അല്ല, നമ്മൾ പെട്ടെന്ന് വെള്ളമൊക്കെ ചൂടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കില്ല, ഇതിനിപ്പോൾ എന്താ പറയുക, കിട്ടണില്ല ആ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഇവിടെ എൻ്റെ ഉമ്മാക്കും വാങ്ങി, അതവിടെ അവർക്കും ഉമ്മാക്കും വാങ്ങിയിട്ടോ വീട്ടിലേക്ക്. അവർ പിന്നെ എപ്പോഴും ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് ഓഫറിന് പിന്നെ ഇക്കാക്കൊരു ഫോൺ കൊടുത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഞെക്കി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, ഇത് ഭയങ്കര ഇഷ്ടം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ പൊട്ടിച്ച് നല്ല രസമല്ലേ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.